ആശംസകൾ അർപ്പിച്ച ബഹുമാനരായ അതിഥികൾക്ക് കൃതജ്ഞത അറിയിക്കുന്നു. തുടർന്ന് ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാനും ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, തദ്ദേശ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട MLA, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, എടരിക്കോട് സമ്മേളനം കുറച്ചൊക്കെ അങ്ങനെയും പറയണം എന്ന് ഈ പ്രദേശത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഇവിടെ പ്രകടിപ്പിച്ച എനിക്ക് പറയാൻ തോന്നുകയാണ്. എടരിക്കോട് നമ്മുടെ സമ്മേളനം നടക്കുമ്പോഴേ ഇവിടെ ഇനിയും ഒരുപാട് പരിപാടികളും അവസാനം സമ്മേളനവും ആയി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പലപ്പോഴായി പറയാനുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാന സമ്മേളനം 5 വർഷത്തിൽ വേണ്ട എന്ന് പനമരത്ത് വെച്ച് 5 വർഷം മുമ്പ് മൗലവിമാരോടൊക്കെ നേതാക്കളോടൊക്കെ കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചത് ഞാനായിരുന്നു. വാശിയും വക്കാണവുമില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ നടത്തേണ്ടതാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്നുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ശാന്തത നിലനിൽക്കുക എന്നത് മതവും സംസ്കാരവും രാഷ്ട്രീയവും വാണിജ്യവും വ്യവസായവും വിദ്യാഭ്യാസവും കലയും സാഹിത്യവും ഒക്കെ നിലനിൽക്കാൻ ആവശ്യമാണ്. അപ്പോൾ അശാന്തി പരത്തിക്കൊണ്ടുള്ള ഒരു മതപ്രവർത്തനമല്ല എന്ന് നമ്മളെങ്കിലും പറയണം. 1987 കുറ്റിപ്പുറം സമ്മേളനം കഴിഞ്ഞ ഉടനെ അത് സമ്മേളനത്തിനിടയിൽ പത്രങ്ങൾക്ക് നൽകിയ കുറേ പ്രമേയങ്ങളുണ്ടായിരുന്നു. എല്ലാം വളരെ പുരോഗമനപരമായ പ്രമേയങ്ങൾ. ആഭരണത്തിന് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം, വീടുകൾ നിർമ്മിക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സ്ഥലം പ്ലാനിൽ കാണണം. അങ്ങനെ കുറേ വലിയ പുരോഗമനമായ പ്രമേയങ്ങളിൽ ഒന്ന് പൊതുനിരത്തിലൂടെയുള്ള മതഘോഷയാത്രകൾ നിയമം മൂലം നിരോധിക്കണം എന്നായിരുന്നു. അത് പത്രങ്ങൾക്ക് നൽകിയപ്പോൾ പത്രക്കാർ അന്ന് ചോദിച്ചു, നിങ്ങളെങ്ങനെയാ ഇത് പറയാം, നിങ്ങളും ഒരു മതവിഭാഗമല്ലേ? അപ്പോൾ പൊതുനിരത്തിലൂടെയുള്ള മതഘോഷയാത്ര മതമല്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പണ്ഡിതന്മാർ മതം ശക്തിപ്രകടനമല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ അന്ന് നടത്തിയത്. മതത്തിൻ്റെ അടിസ്ഥാനം ഭക്തിയാണ്. ആ ഭക്തി പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ടതോ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടതോ അല്ല എന്ന് ആണ് ആ പ്രമേയത്തിൻ്റെ ആശയം. ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം മതഭക്തി കൂടുകയും അത് ശക്തിപ്രകടനം ആയി മാറുകയും ചെയ്തു. മതം വിശ്വാസമാണ്. ഈമാൻ, യഖീൻ, തവക്കുൽ, സബർ തുടങ്ങിയ വാക്കുകളൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനസ്സിൻ്റെ ഭാവങ്ങളാണ്. ആ വിശ്വാസം മനുഷ്യർക്ക് ശല്യം ചെയ്യാതിരിക്കണം. ഒരു മനുഷ്യൻ ഒരു മതം ആചരിക്കുന്നതിൻ്റെ ഫലമായി മറ്റൊരാൾക്കും ഒരു ദോഷവും ഉണ്ടാവരുത്. അത് നമ്മുടെ ഭരണഘടനയുടെയും താല്പര്യമാണ്. ഇന്ത്യ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനും ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് പറഞ്ഞത് അവിടെയുള്ള ക്ലോസ് അത് പൊതുജന സമാധാനത്തിന്, പൊതുജീവിതത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല ആ മതജീവിതം കൊണ്ട് എന്നതാണ്. ഇന്ന് മതരംഗത്തുണ്ടാകുന്ന മാത്സര്യങ്ങളും പകയും വിദ്വേഷങ്ങളും ഒക്കെ പുതിയ തലമുറയെ മതവിരുദ്ധരാക്കാൻ കാരണമാകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. കാരണം ഇതാണ് മതമെങ്കിൽ ഈ മതം വേണമോ എന്ന് ആളുകൾക്ക് സംശയമുണ്ടാകും.
മതത്തെ ചൂഷണത്തിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു, പണം ഉണ്ടാക്കാൻ. മതത്തെ അധികാരത്തിലേക്കുള്ള വഴിയായി ചിലർ ദുരുപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മതത്തെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു 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 സംരംഭമായി അതിനുള്ളൊരു ഏർപ്പാടായി മാറ്റുന്നു. ഇതൊന്നുമല്ല മതം. മതം മനുഷ്യ നന്മയാണ്. നമ്മുടെ കഴിഞ്ഞ എല്ലാ സമ്മേളനങ്ങളും നമ്മൾ ചെയ്ത ഒരു സേവനം ആ ഒരു ആശയ പ്രചരണമാണ്. ഏകമാനവതയ്ക്ക് ഏകദൈവ വിശ്വാസം എന്നത് കുറ്റിപ്പുറം സമ്മേളനത്തിന്റെ പ്രമേയമാണ്. ആ ഏകമാനവത എന്നത് ഒരു സ്വപ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഡൽഹിയിൽ ചേർന്ന നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത എന്നതാണ്. മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകളും ഒക്കെ ഉൾക്കൊള്ളുന്ന നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ 6 മാസം കൂടുമ്പോൾ യോഗം ചേർന്ന് ആലോചിക്കുന്ന പ്രധാന വിഷയം, അങ്ങനെ ആലോചിക്കേണ്ട വിഷയം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ഒന്നിപ്പിച്ചു നിർത്താം എന്നതാണ്. ഏകമാനവതയ്ക്ക് ഏകദൈവ വിശ്വാസം എന്ന പ്രമേയം ചർച്ച ചെയ്തപ്പോൾ അതാണ് നമ്മൾ ലോകത്തിന് നൽകിയ സംഭാവന. മതം മനുഷ്യ നന്മയ്ക്ക് എന്നതായിരുന്നു പാലക്കാട് സമ്മേളനം 92-ൽ നമ്മുടെ പ്രമേയം. 92-ലാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായത്, ഡിസംബർ. ആ മാസത്തിന്റെ അവസാനത്തിലാണ് പാലക്കാട് സമ്മേളനം ഉണ്ടായത്. മതം മനുഷ്യന് നല്ലതാണ് പഠിപ്പിക്കുന്നത് എന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ നമ്മൾ പ്രചരിപ്പിച്ചു. അന്ന് ആ സമ്മേളനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമ്മേളനം, അതിലുള്ള സർവമത പണ്ഡിതന്മാർ പങ്കെടുത്ത ഒരു സമ്മേളനമാണ്. അന്ന് ആലത്തൂർ സിദ്ധാശ്രമത്തിലെ നിർമ്മലാനന്ദ യോഗി എന്ന ഒരു ഹിന്ദുമത പണ്ഡിതൻ, അദ്ദേഹം ആ സമ്മേളനത്തിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ ഈ സന്ദേശം ഇവിടെ പ്രചരിപ്പിക്കുക വഴി ഈ രാജ്യം ശാന്തമായി നിൽക്കുന്നു എന്നാണ്. കേരള ചരിത്രം എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ പാലക്കാട് സമ്മേളനത്തിന്റെ പ്രമേയം സുവർണ ലിപികളാൽ രേഖപ്പെടുത്തും എന്നാണ്. മാനവ മൈത്രിക്ക് ദൈവിക ദർശനം എന്നതായിരുന്നു നമ്മുടെ പിലാത്തറ സമ്മേളനത്തിന്റെ പ്രമേയം. മാനവ മൈത്രിക്ക് ദൈവിക ദർശനം. എല്ലാത്തിലും ഒരു മൈത്രിയും ഏകമാനവതയും മനുഷ്യ നന്മയും ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായ നിലയിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച കാലഘട്ടത്തിലെ സമ്മേളനത്തിന്റെ ആശയങ്ങൾ എന്ത് എന്നറിയാൻ ഞാൻ സൂചിപ്പിച്ചതാണ്. ദൈവത്തിലേക്ക്, സമാധാനത്തിലേക്ക് എന്നത് നമ്മുടെ സമ്മേളന പ്രമേയമായിരുന്നു. ഇസ്ലാം നീതിക്ക്, നന്മയ്ക്ക് എന്നതും നമ്മുടെ അവസാന സമ്മേളനം, വയനാട് സമ്മേളനത്തിൽ നമ്മൾ ആ പ്രമേയവും വിശദീകരിച്ചു. അതല്ലാതെ ഇതിന്റെ പുറമെ ISMന്റെയും MSMന്റെയും MGMന്റെയും ഒക്കെ സമ്മേളനങ്ങളിൽ പലപ്പോഴും ശാസ്ത്രം ദൈവത്തിലേക്ക്, മതം വർഗീയതയ്ക്കെതിരെ തുടങ്ങിയ ഒട്ടേറെ നല്ല നല്ല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വലിയ സമ്മേളനങ്ങൾ ചേരുന്നതിനെതിരാണ് പൊതുവെ പൊതുസമൂഹം. എന്തിനാണ് ഇവരിങ്ങനെ ഇത്രയേറെ പണം ചെലവഴിച്ച് ഇത്രയെല്ലാം ബഹളമയമായി അല്ലെങ്കിൽ ആർഭാടത്തിൽ സമ്മേളനം നടത്തുന്നു എന്ന് ആളുകൾ ചോദിക്കും. വലിയ സമ്മേളനം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ട് അത് വേണമോ എന്ന് ആലോചനാങ്ങളിൽ ഞാനും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തകർ ഇത് കാണുന്നത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഇതൊരു സാലിഹായ അമലായിട്ടാണ്. സ്വന്തം പണം ചെലവഴിച്ച് ഇതിന് വരുന്നു, സ്വന്തം പണം ചെലവഴിച്ച്, സ്വന്തം സമയം ചെലവഴിച്ച് ഇത് എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് ഇത് ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം നമ്മൾ പഠന ക്യാമ്പും സെമിനാറുകളും തഅലീം, ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വേദികളുമൊക്കെ ആക്കി മാറ്റുന്നത്. ഒരു സമ്മേളനത്തിന് വേണ്ടി ഒരു സമ്മേളനം എന്നോ അതല്ലെങ്കിൽ ഒരു പ്രകടനമെന്നോ നിലയിലല്ല, ഏറ്റവും ചെലവ് കുറഞ്ഞ വിധത്തിൽ, ഏറ്റവും നല്ല വിധത്തിൽ സമ്മേളനം നടത്തണം എന്നത് നമ്മുടെ ആഗ്രഹമാണ്. സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ, മലിനീകരണം പോലും, പരിസര മലിനീകരണം പോലും വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഗ്ലാസുകളും അതുപോലെ അതിനുള്ള എല്ലാം ജൈവപരമായിട്ട് മണ്ണിൽ ലയിച്ചു ചേരുന്ന അല്ലാത്ത ഒന്നും ഉപയോഗിക്കരുത് എന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മദീനയിലെത്തിയ മുഹാജിറുകളെ സഹായിച്ച അൻസാരികളുടെ സേവനത്തെക്കുറിച്ച് ബഹുമാന്യ പണ്ഡിതനും ഇന്നാട്ടിലെ കാരണവരുമായ ഈയൻകുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു. ആ മദീനവാസികളെ ഉപദ്രവിക്കരുത് എന്നും അവരെ ഉപദ്രവിച്ചാൽ ശിക്ഷയുണ്ടാകുമെന്നും സൂചിപ്പിച്ചു.
ഏതായാലും നമുക്ക് സംരക്ഷണം നൽകുന്ന, നമ്മെ സഹായിക്കാൻ ജനപ്രതിനിധികൾ, MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരും ഈ സമ്മേളനം ഇവിടെ നടക്കുന്നതിന് ഞങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച നിലയിൽ നമ്മെക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് ആദ്യമായി ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെ ഒരു സമ്മേളനത്തെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു രീതി, അതാണ് നമുക്ക് സമ്മാനം നൽകുന്നത്. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. കാരണം അങ്ങനെ ഇത്ര അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം നമ്മൾ നടത്താറുമില്ല. ആരും ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കണമെന്നുമില്ല. ഇത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഈ സംഘടനയും അതിൻ്റെ ചിട്ടവട്ടങ്ങളും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓതുന്ന ഖുർആൻ, നിങ്ങളുടെ കുട്ടികൾ മദ്രസയിൽ കൊണ്ടുപോകുന്ന ഖുർആൻ, അതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി എന്നതാണ് നമ്മുടെ പ്രഖ്യാപനം. നമ്മുടെ പരിചയപ്പെടുക പോലും ഈ രംഗത്ത് ആവശ്യമില്ല എന്നതാണ് നമ്മുടെ സമീപന രീതി. ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മൾ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇസ്ലാമികമായ നിഷ്ഠയും വിശ്വാസവും ഇല്ലാതെ ഒരു ജാതിയായി ഇത് തീരും. ഇപ്പൊ ഏതാണ്ട് അങ്ങനെയാണ്. ഇസ്ലാം മാത്രമല്ല, നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ആരാണ് എന്ന് ചോദിച്ചിട്ടാണ്. ഇപ്പം വില്ലേജ് അധികാരികളോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലെ ആളുകളോ താലൂക്ക് തഹസിൽദാരൊക്കെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും, മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ് എന്ന്. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ഒരാൾ മുസ്ലിം ആവാൻ എന്തെല്ലാം വിശ്വസിക്കണം, അനുഷ്ഠിക്കണം എന്ന് അറിഞ്ഞിട്ട് അത് ചോദിച്ചിട്ടല്ലല്ലോ അത് കൊടുക്കുന്നത്. 5 നേരം നമസ്കരിക്കണം, സത്യം മാത്രം പറയണം, മദ്യപിക്കാതിരിക്കണം, റമദാനിൽ നോമ്പെടുക്കണം, ജക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം ഒരു മുസ്ലിം. ഇതൊക്കെ നോക്കി പരിശോധിച്ചിട്ടല്ലല്ലോ ഇവൻ മുസ്ലിമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ആ മതം അനുഷ്ഠിക്കുന്നവന് നൽകുന്ന ഒരു പേരാണത്. അപ്പൊ ഇപ്പം കൊടുക്കുന്നത് നിന്റെ മാതാപിതാക്കൾ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ, റേഷൻ കാർഡോ മറ്റോ കാണിച്ചു കൊടുത്താൽ നീ മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ ഈ കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്താണ്? അത് ജാതിയാണ്, ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു കടലാസാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മയൊക്കെ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒന്ന്. അതുകൊണ്ടാണല്ലോ ഏത് തിന്മകളും ഉണ്ടാകുമ്പോൾ അതിലെല്ലാവരും ചെന്നുപെടുന്നു. അത് വിരോധമുള്ള ആളുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ വേറെ രൂപത്തിൽ വരും. ഇപ്പൊ കൊലപാതകം 2 കോൺഗ്രസ്സുകാർ പിടിയിൽ, അല്ലെങ്കിൽ മയക്കുമരുന്ന് 2 BJPക്കാർ പിടിയിൽ. ഇങ്ങനെ പറയുന്നത് എന്തിനാ? ഒരാൾ കോൺഗ്രസോ BJPയോ ലീഗോ വേറെ എന്തെങ്കിലോ ആയതിന്റെ പേരിലല്ലല്ലോ അയാൾ കൊലപാതകമോ മയക്കുമരുന്നോ വേറെ കുഴപ്പങ്ങളോ ഉണ്ടാക്കിയത്. മനുഷ്യൻ എന്ന നിലയിൽ ചെയ്തൊരു തെറ്റാണ്. പക്ഷെ അതങ്ങനെ പ്രചാരണം പത്രങ്ങളിലൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്നത് ഏതെങ്കിലും ഒരാളോട് വിരോധമുള്ള ആൾ പബ്ലിഷ് ചെയ്യുമ്പോൾ മറ്റൊരുത്തന്റെ തിന്മകളെ പൊക്കിക്കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നു. ഇത് മതരംഗത്തും ഉണ്ടാകുന്നു. എൻ്റെ സംസാരത്തിൽ ഒരു നാക്കുപിഴ സംഭവിച്ചാൽ അത് പറഞ്ഞത് അബദ്ധത്തിൽ വന്നതാണ് എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കും, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? അതായിരിക്കും പിന്നെ തെരുവുകളിൽ ക്ലിപ്പിംഗ് ആയിട്ട് വരുന്നത്. വളരെ വൃത്തികെട്ട, വളരെ സംസ്കാരമില്ലാത്ത ഒരു രൂപത്തിലേക്കാണ് ആ രംഗം നീങ്ങുന്നത്. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. മാറ്റം എങ്ങനെയുണ്ടാകും? ഇന്നല്ലാഹ ലൻ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തെയും അല്ലാഹു തആല മാറ്റുകയില്ല ആ ഖൗം സ്വയം മാറാൻ തയ്യാറാവാതെ എന്നാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ഖൗമ് സ്വയം മാറാൻ തയ്യാറില്ലയോ അവരെ അല്ലാഹ് മാറ്റൂല എന്നാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ച ആപ്തവാക്യങ്ങളിൽ ഖുർആനിൽ നിന്നുള്ള ഈ വചനമാണത്രേ എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? ഒരു രാജ്യം മാറ്റം ആഗ്രഹിക്കണം, എന്നാലേ നാട് നന്നാവും. ഒരു ഖൗമ്, അപ്പൊ അള്ളാന്റെ വിധിയാണ്, നമ്മൾ എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാന്റെ വിധിയാണ്, പക്ഷെ അള്ളാഹുവിന്റെ വിധിയാണ് നമ്മൾ പണിയെടുക്കണം എന്നുള്ളതും. അല്ലേ? ഈ പേമാരി ബാധിച്ച പ്രദേശത്തേക്ക് ആളുകൾ ചെന്നു ചാടരുത് എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാരിൽ ചിലർ ചോദിച്ചു, അത് അള്ളാഹുവിന്റെ വിധിയല്ലേ എന്ന്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അങ്ങോട്ട് പോകരുത് എന്നതും അള്ളാഹിന്റെ വിധി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ദീനീ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കണം. ദീനീ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തുറന്ന മനസ്സുണ്ടാകണം, ശാന്തമായി ഇരിക്കാൻ സാധിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഒരു സമ്മേളന പ്രചരണ വേദിയിൽ നമ്മളെല്ലാവരെയും വിളിക്കും, എല്ലാവർക്കും പറയാം, എല്ലാവരും കേൾക്കുക. അപ്പൊ ഞാൻ ചെന്നപ്പോൾ എന്നോട് എല്ലാവരും പറയാണ്, ഒരാൾ ഇവിടെ വന്നിട്ട് മതത്തിനെതിര് പറഞ്ഞു.
മതത്തിനെതിര് പറയാലോ അയാളുടെ വിശ്വാസം അതാണെങ്കിൽ അത് കേട്ടിരിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ സംസ്കാരം. ഈ ലോകത്ത് മതനിഷേധികളുണ്ട്, മതവിശ്വാസികളുണ്ട്. അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുണ്ട്. മുസ്ലിങ്ങളിൽ വ്യത്യസ്ത ചിന്താഗതികളുണ്ട്, വിവിധ മദ്ഹബുകളുണ്ട്, വിവിധ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. അവരൊക്കെ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇനി ശരിയാണോ അല്ലേ എന്നൊരു ചർച്ചയാവാം, പക്ഷെ അത് ശാന്തമായിരിക്കണം. ഞാൻ ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും വിശ്വസിക്കാം, പറയാം. പലരും അങ്ങനെയാണ് താനും. അതുപോലെ അങ്ങനെ ആകുമ്പോൾ അതാണ് സാംസ്കാരികമായ വളർച്ച. അത് കെട്ടിരിക്കാനും ശാന്തമായ നിലയിൽ പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു വളർച്ച ഉണ്ടാകണം. പാശ്ചാത്യ ലോകത്ത് നിന്ന് വരുന്ന എല്ലാറ്റിനെയും കുറ്റം പറയുന്നവരാണ് നമ്മൾ. പൗരസ്ത്യ രാജ്യത്താണ് നല്ലത് എന്ന് പറയുന്നവരാണ് നമ്മൾ. പക്ഷെ പാശ്ചാത്യരിലും ചില നന്മകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം പറയുന്നത്, അവിടെ വേണമെങ്കിൽ ഒരാൾക്ക് അയാളുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ സമയം നിശ്ചയിച്ച് 1 മണിക്കൂർ നമുക്ക് സംസാരിക്കാം. അതുപോലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചുമൊക്കെ അങ്ങനെ പറയാൻ അവർക്ക് കഴിയുന്നത് അവരുടെ ഒരു നിലവാരമാണ്. എൻ്റെ കൂടെ ഞാൻ മക്കയിൽ പഠിക്കുന്ന കാലത്ത് ജപ്പാനിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർ നേരത്തെ ബുദ്ധമതക്കാരായിരുന്നു. ടോക്കിയോയിലെ ഇസ്ലാമിക് സെന്ററിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് അറബി ഭാഷയും ഇസ്ലാമും പഠിക്കാൻ മക്കയിൽ വന്നവരാണ്. അപ്പൊ അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, മാതാപിതാക്കൾ ബുദ്ധമതക്കാരാണ്, ഒരു സഹോദരൻ ക്രിസ്ത്യാനിയാണ്, ഇവർ മുസ്ലിമാണ്, മതവിശ്വാസം ഇല്ലാത്ത ഒരാളുണ്ട്. അപ്പൊ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവരാണത്ര കോഴിയെ അറുക്കുക, ഇവരെ ഏൽപ്പിക്കും. അതെന്താ കാരണം? അറുത്തതേ തിന്നാവൂ എന്ന് ഇവർക്കൊരു നിയമമുണ്ട്. മറ്റവർക്ക് അറുക്കണം എന്നില്ല, തിന്നാൻ അറുത്തോണ്ട് വിരോധവും ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, അതാണ് അവരുടെ ഒരു വികാസം. അപ്പോ ജപ്പാനിൽ അങ്ങനെ ഒരു വികാസം അവർ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ ഉള്ള ആളുകൾക്ക് മതവിഷയങ്ങളിൽ അങ്ങനെ ഒരു വികാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ 9/11 ഉണ്ടല്ലോ, അതിന് സെപ്റ്റംബർ 11 ആ സംഭവത്തിൽ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ഒക്കെ ആക്രമിക്കപ്പെട്ട സമയത്ത് അതിനുശേഷം ഉണ്ടായ സംഭവ വികാസം, അവിടെ അതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. ആരും പറഞ്ഞു പ്രേരിപ്പിച്ചിട്ടില്ല. അത് സംഭവിച്ചത് എങ്ങനെയാണെന്നറിയോ? വമ്പിച്ച പ്രചരണം വന്നു ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, തീവ്രവാദം, ഭീകരവാദം, ഖുർആൻ ഭീകരത പഠിപ്പിക്കുന്നു എന്നൊക്കെ. അപ്പൊ അവിടുത്തെ തുറന്ന മനസ്സുള്ള ആളുകൾ ബുക്ക് ഷോപ്പുകളിൽ പോയി ഖുർആൻ പരിഭാഷ വാങ്ങിക്കൊണ്ടുവന്നു. ഖുർആൻ പരിഭാഷകൾ ബുക്ക് ഷോപ്പുകളിൽ തീർന്നുപോയി എന്നാണ് പറഞ്ഞത്. അത് വായിച്ചു നോക്കുമ്പോൾ ഈ പറയുന്നതൊന്നും ശരിയല്ല. അങ്ങനെ ഭീകരവാദം ഈ പുസ്തകത്തിൽ ഇല്ല. മുസ്ലിങ്ങളുടെ ചരിത്രവും അതല്ല, പ്രവാചകനും അങ്ങനെയല്ല. അപ്പൊ പിന്നെ ഇത്രയും നല്ലത് ഞങ്ങൾക്കും സ്വീകരിക്കാമല്ലോ എന്ന് വിചാരിച്ചത് സ്വീകരിച്ച ആളുകളാണ്. അപ്പൊ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവം. ആനുകാലിക വിഷയങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അത് തന്നെയാണ്. അപ്പൊ നമ്മളായി ജീവിച്ചാൽ, നല്ലത് പറയുകയും നല്ല നിലയിൽ പെരുമാറുകയും കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ ഒരു വാശിയും വക്കാണവും മത്സരവും ആവശ്യമില്ല. പരലോകത്ത് നമ്മൾ ഖബറിൽ ഒരുമിച്ച് കൂടുന്നത് സംഘടനയും നേതാക്കളും ഒരുമിച്ചല്ലല്ലോ, ഒറ്റക്കാണ്. ആഖിറത്തിൽ ഹിസാബ് നടത്തുന്നത് നഫ്സി നഫ്സി എന്ന ബേജാറ ആളുകൾക്ക്. ഓരോ മനുഷ്യനെയും അല്ലാഹു തആല ഒറ്റക്കാണ് ഹിസാബിന് വിളിക്കുന്നത്. അപ്പൊ ഞാനും എൻ്റെ അമലും അതാണ് എനിക്ക് ഉണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കണം. അതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ഇത് ഓരോരുത്തരും എന്ത് ചെയ്തു അത് അവന് കിട്ടും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അപ്പോൾ ആളുകൾക്ക് പരസ്പരം ബഹുമാനം, സ്നേഹം, അതുപോലെ ആദരവ്, സഹിഷ്ണുത, ഇത് വിവിധ മതവിശ്വാസികൾ തമ്മിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിവിധ പ്രസ്ഥാനങ്ങളും സംഘങ്ങളും തമ്മിൽ ഉണ്ടാകണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മതം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നാം വിദ്യാഭ്യാസം നേടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇവിടെ മുസഫർ നഗറിനെ കുറിച്ച് പറഞ്ഞു, അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA അവർ സൂചിപ്പിച്ചു. മുസഫർ നഗറിൽ മിനിയാന്ന് ഞങ്ങൾ ഖൈറാന എന്നൊരു സ്ഥലത്ത് പോയി. ഖൈറാന ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് ഒരു 80 കിലോമീറ്റർ അകലെയാണ്. അവിടെയാണ് അറിയപ്പെടുന്ന റഹ്മത്തുള്ള ഖൈറവാനി അൽ ഹിന്ദി എന്ന് പറയുന്ന പണ്ഡിതൻ ജനിച്ചത്. റഹ്മത്തുള്ള അൽ ഹിന്ദി, അദ്ദേഹമാണ് ഇൽഹാറുൽ ഹഖ് എന്ന ആ പുസ്തകത്തിന്റെ, അതായത് ക്രിസ്ത്യൻ പണ്ഡിതനായ ബണ്ടർ ഇസ്ലാമിനെതിരെ വിമർശനമൊക്കെ ആയി നടത്തി, വാദപ്രതിവാദം നടത്തി. അതിനുശേഷം മക്കയിലെത്തിയ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ പേടിച്ച് മക്കയിലേക്ക് നാടുകടന്ന് തുർക്കി സുൽത്താൻ അദ്ദേഹത്തെ വിളിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ഇൽഹാറുൽ ഹഖ് എഴുതിയത്. അഹമ്മദ് ദീദാത്തിന്റെയും ജാക്കിർ നായിക്കിന്റെയും ഒക്കെ ആ വിഷയത്തിലെ ഏറ്റവും വലിയ സോഴ്സ് ഈ ഗ്രന്ഥമാണ്. ആ
ആ ഖൈറാന എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ ഭയവിഹ്വലമായ ഒരവസ്ഥയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് 50,000-ത്തിലധികം ആളുകൾ വീടും കുടിയും നഷ്ടപ്പെട്ട് ടെന്റുകളിൽ അവർ തന്നെ ഉണ്ടാക്കിയ പുതപ്പുകളും തുണികളും ഉപയോഗിച്ചുള്ള ടെന്റുകളിൽ കഴിയുകയാണ്. അപ്പൊ ആളുകൾ വികാരപ്പെട്ടു വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ചെറുപ്പം മുതൽക്ക് തന്നെ ഇത് ചെയ്യാൻ പാടില്ലാത്ത, നമ്മളൊക്കെ ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഏത് മതക്കാരനാണെങ്കിലും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഏത് മതത്തിലുള്ളവരായാലും അത് നമ്മൾ മൂല്യം എന്ന നിലയിൽ പഠിപ്പിച്ചെടുത്തുകൊണ്ടായിരിക്കണം അതിന്റെ മുകളിൽ ദീനും രാഷ്ട്രീയവും സംസ്കാരവും കലയും സാഹിത്യവും വാണിജ്യവും വ്യവസായവും ഒക്കെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ മനുഷ്യ നന്മ ഇവിടെ പുലരും, മനുഷ്യർക്ക് ശാന്തമായി ജീവിക്കുവാനും സാധിക്കും. ഇത്തരം വലിയ വലിയ വിഷയങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ വന്ന് നമുക്ക് ആശംസകൾ അർപ്പിച്ച ജനപ്രതിനിധികൾക്കും ഈ നാട്ടിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മഹാവ്യക്തിത്വങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുകയും അവരുടെ സന്മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ലോകത്തും പരലോകത്തും ഖൈർ, ഉപകാരം, നന്മ, പ്രതിഫലം നൽകി സഹായിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവർക്ക് കൃതജ്ഞത.